സർവശക്തനായ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഗ്രന്ഥം തുറക്കപ്പെട്ടു. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 3-ാം തിരുവചനം ഇങ്ങനെ വെളിപ്പെടുത്തുന്നു: എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്കതീതമായ മഹത്വം, നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെ ഇന്ന് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവ് ഇന്ന് നമുക്ക് ഉത്തരം നൽകും. നമ്മെ പോലെയുള്ള ഒരു മനുഷ്യനായിരുന്നു ഏലിയ. ദൈവത്തിനു പ്രീതികരമായ കാര്യങ്ങൾ മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അദ്ദേഹം ഭൂമിയിൽ മഴ പെയ്യരുത് എന്ന് തീഷ്ണമായി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 3 വർഷവും 6 മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല. പിന്നീട് ഏലിയ വീണ്ടും പ്രാർത്ഥിച്ചതിനാൽ ആകാശം മഴ നൽകുകയും ഭൂമി ഫലം പുറപ്പെടുവിക്കുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പല തിക്താനുഭവങ്ങളിലൂടെയും നാം കടന്നു പോകുന്നു എങ്കിലും നാം ഓർക്കുക, വിശ്വാസത്തോടെ നാം കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. നമുക്ക് കാത്തിരിക്കുവാൻ കഴിയാതെ പോകുമ്പോഴാണ് പലരും പല ദുരിതങ്ങളിലും ചെന്ന് വീഴുന്നത്. എന്നാൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ യാക്കോബിനെ അനുഗ്രഹിക്കുവാനായി കടന്നു വന്ന ദൈവം നമ്മെയും അനുഗ്രഹിക്കുവാനായി കടന്നു വരും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, അനുഗ്രഹിക്കപ്പെട്ട ഇസഹാക്കിന്റെ കൂട്ടായ്മയിൽ നിന്നും യാക്കോബ് കടന്നു പോകുമ്പോൾ അവന്റെ സമാധാനമാകുന്ന സൂര്യൻ അസ്തമിക്കുകയും അവനിൽ ഭയം ഉളവാകുകയും ചെയ്തു. എന്നാൽ തന്റെ ഈ ഭയത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ യാക്കോബ് തന്റെ ഭാര്യമാരെയും മക്കളെയും മുഴുവൻ സമ്പത്തും യാബോക്ക് എന്ന കടവ് കടത്തി പുഴയുടെ അക്കരെ കടത്തിവിടുകയും ഇക്കരെ ഏകനായി നിന്ന് കരഞ്ഞ് ദൈവത്തോട് അനുഗ്രഹം യാചിക്കുന്നതും ഹോശേയയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ യാക്കോബ് തന്റെ തെറ്റുകൾ തിരുത്തുന്നതിന് തന്റെ ജീവിതകാലം മുഴുവനും ചെലവഴിച്ചില്ല. സ്നേഹമുള്ളവരെ, ഒരു സാധാരണ മനുഷ്യന്റെ ദുരന്തങ്ങളിൽ ഒന്ന് എന്താണെന്നറിയാമോ? തന്റെ തെറ്റുകൾ തിരുത്തുന്നതിന് വേണ്ടി അവൻ ജീവിതകാലം മുഴുവനും ചെലവഴിക്കുന്നു എന്നതാണ്. യാക്കോബിന്റെ പ്രാർത്ഥന കേട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവം അവനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി മുതൽ നിന്റെ പേര് യാക്കോബ് എന്നായിരിക്കുകയില്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. അങ്ങനെ അനുഗ്രഹം പ്രാപിച്ച് പെനുവേൽ എന്ന ഗ്രാമം കടക്കുമ്പോൾ അവന്റെ അസ്തമിച്ചിരുന്ന സമാധാനമാകുന്ന സൂര്യൻ ഉദിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും സമാധാനദാതാവായ ക്രിസ്തു കടന്നു വരണമെങ്കിൽ, നാം അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, നന്മയുടെ നീരുറവ നാം നുകരണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. വചനം പറയുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെന്തും നിങ്ങൾക്ക് ലഭിക്കും. ഇന്ന് കർത്താവ് നമ്മുടെ പാലകനും നമ്മുടെ അഭയസങ്കേതവുമാണ്. ഇന്ന് നീറുന്ന ഓരോ വേളയിലും സന്തോഷത്തിന്റെ അനുഗ്രഹത്തിന്റെ നീറുറവ അവിടുന്ന് ഒഴുക്കും. അവിടുന്ന് നമ്മുടെ ദുഃഖമകറ്റി സന്തോഷം നൽകും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണം. നീ എൻ്റെ രക്ഷകൻ, നീ എൻ്റെ പാലകൻ, നീ എനിക്കഭയസ്ഥാനം. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവ. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവ. ഇന്ന് സന്തോഷത്തിന്റെ വേളയിലും സന്താപത്തിന്റെ വേളയിലും നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കർത്താവ് നമുക്ക് തന്ന സകലതും ദൈവ നാമമഹത്വത്തിനായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പറയാം, കർത്താവായ യേശുവേ, അങ്ങ് ഞങ്ങളുടെ സംരക്ഷകനും ദൈവവുമാണ്. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. നീ ഞങ്ങൾക്കേകിടും നന്മകളോർത്തെന്നും പാടിടും സ്തുതിഗീതങ്ങൾ. നീ ഞങ്ങൾക്കേകിടും നന്മകളോർത്തെന്നും പാടിടും സ്തുതിഗീതങ്ങൾ. ആകുല നേരത്തും ആനന്ദഗാനങ്ങൾ പാടി ഞാൻ
ആശ്വസിക്കും. ഓ യേശുവേ, നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവ. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവ. നീ എൻ്റെ രക്ഷകൻ, നീ എൻ്റെ പാലകൻ, നീ എനിക്കഭയസ്ഥാനം. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവ. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന തിരമാലകളാകുന്ന പ്രശ്നങ്ങളെ കർത്താവിന് വിട്ടുകൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ സന്തോഷത്തിൽ നമുക്ക് പങ്കുചേരാം. ഇന്ന് ദൈവം അനുഗ്രഹിക്കുവാനായി നമുക്ക് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കാം. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകുന്നു, അങ്ങേക്ക് ആരാധന അർപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോ പ്രശ്നങ്ങളിലും അങ്ങ് കടന്നു വരണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിത സാഗരേ ഘോരമാമലകൾ അടിക്കടി ഉയർന്നിടുമ്പോ, ജീവിത സാഗരേ ഘോരമാമലകൾ അടിക്കടി ഉയർന്നിടുമ്പോ, ഞങ്ങളെപ്പോഴും അങ്ങിൽ സന്തോഷമെപ്പോഴും സന്തോഷിച്ചാർക്കു സ്തോത്രയാഗം കഴിപ്പിൻ. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവ. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവ. നീ എൻ്റെ രക്ഷകൻ, യേശുവേ, അങ്ങ് ഞങ്ങളുടെ നീ എൻ്റെ പാലകൻ, അങ്ങ് ഞങ്ങളുടെ പാലകനാണ്, ഞങ്ങളുടെ അഭയസ്ഥാനം. കർത്താവേ, അങ്ങ് നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവ. നീറിടും വേളയിൽ നീ എനിക്കേകിടും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. നന്മയിൻ നീരുറവ. ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ സൂര്യൻ ഉദിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.